ഒരു മാധ്യമത്തെ മോശമാക്കി പറയണം എന്നൊന്നും നമുക്കൊന്നും ആഗ്രഹമില്ല. തീർച്ചയായിട്ടും മാധ്യമങ്ങൾ ജനങ്ങളുടെ ഹൃദയമായി നിലകൊള്ളേണ്ട, ജനങ്ങളുടെ മനസ്സായി നിലകൊള്ളേണ്ട ഒന്ന് തന്നെയാണ്. പല മാധ്യമങ്ങൾക്കും പല പക്ഷങ്ങൾ ഉണ്ടായേക്കും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണാനിടയായി. റിപ്പോർട്ടർ ടിവിയുടെ ആന്റോ അഗസ്റ്റിനെയും അതിൻ്റെ എഡിറ്റർ അരുൺകുമാറിൻ്റെയും ചിത്രങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ ചെരുപ്പ് ഊരി അടിക്കുകയും കാർക്കിച്ച് തുപ്പുകയും ഒക്കെ ചെയ്യുന്ന ചില കാഴ്ചകൾ കാണാനിടയായി. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട് ഈ വീഡിയോ. ഇത് ശരിയായ രീതിയല്ല, ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവസരമുണ്ട്. ചിത്രങ്ങൾ നമ്മൾ കോലം കത്തിക്കാറുണ്ട്, കോലങ്ങളിൽ ചെരുപ്പുമാല അണിയിക്കാറുണ്ട്, പ്രതിമയിൽ ചെരുപ്പുമാല അണിയിക്കാറുണ്ട്. അതൊക്കെ പ്രതിഷേധത്തിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ്. കരിങ്കൊടി കാണിക്കാറുണ്ട്. ഒരു മാധ്യമം നിഷ്പക്ഷത എന്ന് പറയുന്നത് പുലർത്തിയില്ലെങ്കിലും അല്പം മാന്യതയും ഒരു മാധ്യമധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വവും പുലർത്തേണ്ടതാണ്. അത് റിപ്പോർട്ടർ ടി വി സംഘത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ജനങ്ങൾ പറയുന്നത്. ഇടതുപക്ഷത്തിന് വേണ്ടി PR വർക്ക് നടത്താനായി നിങ്ങൾ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നവരുണ്ട്. ഇനി ഇടതുപക്ഷത്തിന് വേണ്ടി നിങ്ങൾ PR വർക്ക് നടത്തിയാലും കുഴപ്പമൊന്നുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഇല്ലാത്ത വാർത്തകളും വ്യാജ വാർത്തകളും അവതരിപ്പിച്ചുകൊണ്ട്, ഇല്ലാ കഥകൾ മെനഞ്ഞുകൊണ്ട്, നിങ്ങളുടെ റേറ്റിംഗ് കൂട്ടുന്ന രീതിയിൽ ചർച്ചകളെ വളച്ചൊടിച്ചുകൊണ്ട്, ഇടതുപക്ഷം ജയിക്കും എന്ന രീതിയിൽ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾ ഇല്ലാ കഥകൾ കോൺഗ്രസിനെതിരെയും BJPക്കെതിരെയും പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രവൃത്തി, ഈ ഒരു തിരിച്ചടി ഇടതുപക്ഷത്തിന് വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പ്രവൃത്തി മൂലം എന്നത് ഒരു സത്യമാണ്. ഒരു മാധ്യമം ഇങ്ങനെ ഒന്നിനു വേണ്ടി, ഇപ്പോൾ കൈരളി പാർട്ടി ചാനലാണ്, അവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്തേ പറ്റൂ. ദേശാഭിമാനി പാർട്ടി പത്രമാണ്. നമുക്ക് ജനയുഗത്തെയും ഒക്കെ ഇതിൻ്റെ കൂടെ കൂട്ടാം. അവരൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പത്രങ്ങളാണ്. പക്ഷേ നിഷ്പക്ഷത പറഞ്ഞിട്ട്, ജനാധിപത്യ മര്യാദ പറഞ്ഞിട്ട്, മാധ്യമധർമ്മം പറഞ്ഞിട്ട് ഇടതുപക്ഷത്തിനു വേണ്ടി PR വർക്ക് നടത്തുകയും ഇല്ലാ കഥകൾ മെനഞ്ഞെടുക്കുകയും അവസാന നിമിഷം വരെ എല്ലാം ഈ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും ഒക്കെ സ്വാഭാവികമായിട്ട് പ്രതിഷേധിക്കും. പിന്നെ നിങ്ങളുടെ മാധ്യമത്തിന് നിങ്ങളുടേതായ ചില നിലപാടുകളും കാര്യങ്ങളും കാണും, നിങ്ങൾക്ക് അതിൻ്റേതായ ബിസിനസ് വശങ്ങൾ കാണും. നമ്മളതൊന്നും എതിർക്കുന്നില്ല. പക്ഷേ ഇതുപോലെ ഈ ചിത്രത്തിൽ ചെയ്തതുപോലെ ജനങ്ങൾ തെരുവിൽ നിർത്തി മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു കാലം വരുമോ എന്ന ഭയമാണ് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാക്കുന്നത്. മാധ്യമങ്ങൾ നീതിപൂർവമായിരിക്കണം പ്രവർത്തിക്കേണ്ടത്, സത്യസന്ധമായിട്ടായിരിക്കണം പ്രവർത്തിക്കേണ്ടത് എന്നൊക്കെ പണ്ടുകാലത്തുള്ളവർ പറയുന്നു. ഇന്ന് അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം. എന്നാൽ പോലും യാതൊരു ധാർമ്മികതയും ഇല്ലാതെ, മാന്യതയുടെ ഒരു മൂടുപടം എടുത്തണിഞ്ഞുകൊണ്ട് യാതൊരു മാന്യതയുമില്ലാതെ അമാന്യമായി പെരുമാറിയിട്ട്, വാർത്തകൾ നൽകിയിട്ട്, ചർച്ചകൾ നയിച്ചിട്ട്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും അവരെ പറഞ്ഞു പറ്റിക്കാനും ശ്രമിച്ചിട്ട് പിന്നെ ഞങ്ങൾ വലിയ ആളുകളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ജനങ്ങൾ ഈ രീതിയിൽ പ്രതികരിച്ചാൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല. ജനാധിപത്യ രീതിയിലുള്ള പ്രതികരണമാണോ അല്ലെങ്കിൽ അത്തരത്തിലാണോ പ്രതിഷേധിച്ചത് എന്നുള്ള ചോദ്യം പിന്നീട് നമുക്ക് ചോദിക്കാം. പക്ഷേ ഇത് ഒരാളെ നിർത്തി, ഒരു വ്യക്തിയെ തെരുവിൽ നിർത്തി ഇതുപോലെ ആക്രമിച്ചാൽ ഉണ്ടാകാവുന്ന ആ ഒരു ഭീകരാവസ്ഥ ഓർത്തുപോകുന്നു. ഇതിപ്പോൾ ഒരു പടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രതിമയുടെ അല്ലെങ്കിൽ ഒരു ചിത്രത്തിൻ്റെ മുകളിലാണ് ഈ ഒരു അസഭ്യവർഷവും കാർക്കിച്ചു തുപ്പലും ഒക്കെ നടന്നത്. മാധ്യമ സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചില കൂട്ടർ ചെയ്തു വയ്ക്കുന്നത്. അതിൻ്റെയൊക്കെ ഫലമാണ് ഇത്.